الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ സക്കാത്ത് സംബന്ധമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സക്കാത്ത് ജീവിതത്തിൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങൾക്കും സക്കാത്ത് ഒരർത്ഥത്തിൽ മറ്റൊരു അർത്ഥത്തിൽ നിർബന്ധമാകും. അതിൻ്റെ സാങ്കേതികമായ വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിലർക്ക് മാത്രമേ നിർബന്ധമായിട്ട് വരുള്ളൂ. ചിലത് കാർഷികോൽപ്പന്നങ്ങളും ആഭരണവും മുതലുള്ള വസ്തുക്കളുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതൊക്കെ പ്രത്യേകം പഠിച്ചുകൊണ്ട് ക്ലാസ്സെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളതൊന്നും ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. അല്ലദീന ഇമ്മക്കന്നാഹും ഫില്ലാർദി, അല്ലദീന ചില ആളുകൾ ഇമ്മക്കന്നാഹും അവർക്ക് നാം ആധിപത്യം നൽകിയാൽ, ഫില്ലാർദി ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകുകയാണെങ്കിൽ, അഖാമു സ്വലാത്ത അവർ നമസ്കാരം നിലനിർത്തും. ഭൂമിയിൽ ആധിപത്യമുണ്ടായാൽ നമസ്കാരം നിലനിർത്താൻ വേണ്ടി പണിയെടുക്കുകയൊക്കെ ചെയ്യും. വാത്തബു സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. സക്കാത്ത് കൊടുക്കുന്നതിന് വേണ്ടി പണിയെടുക്കും. അമറൂബിൽ മാറൂഫി നന്മകൾ കൽപ്പിക്കാൻ വേണ്ടിയും അവർ പണിയെടുത്തുകൊണ്ടിരിക്കും. വനഹൗ അനിൽ മുങ്കരി ചീത്ത കാര്യങ്ങൾ കൽപ്പിക്കുന്നതിന് വേണ്ടിയും ചീത്ത കാര്യങ്ങൾ തടയാനും അവർ പ്രവർത്തിക്കും. ഒരില്ലാഹി ആഖിബത്തുൽ ഉമൂർ, അള്ളാഹുവിനാകുന്നു ആഖിബത്തുൽ ഉമൂർ, അവസാന അന്ത്യം, കാര്യങ്ങളുടെ അവസാനത്തെ അന്ത്യം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. എന്താ 5 കാര്യങ്ങൾ? അഖാമു സ്വലാത്ത, ആതവു സക്കാത്ത, അമറൂ ബിൽ മാറൂഫി, നഹൗ അനിൽ മുങ്കർ, ഒലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഈ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാൻ വേണ്ടി നോക്കണം. എന്താ കാലം? ഈ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ ആധിപത്യം നൽകിയാൽ, സാമ്പത്തിക സൗകര്യങ്ങളുള്ളതോടുകൂടി ആ സൗകര്യം ഉണ്ടാക്കി തന്നാൽ, ഈ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകുകയാണെങ്കിൽ, അഖാമു സ്വലാത്ത് അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തും. വാത്തവു സക്കാത്ത് കൊടുക്കും. അമറൂ ബിൽ മാറൂഫി നന്മ കൽപ്പിക്കും. വനഹൗ അനിൽ മുങ്കരി നിഷിദ്ധ കാര്യങ്ങൾ തടയും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, അള്ളാഹുവിനുള്ളതാകുന്നു പരമായ അധികാരം, അള്ളാഹ്ക്കാകുന്നു പരമായ അധികാരം. അവസാനത്തെ അന്ത്യം അള്ളാഹുവിനാകുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുകയാണ്. ഇത് സൂറത്തുൽ ഹജ്ജിലെ 41-ാമത്തെ ആയത്താണ്. അപ്പോൾ ഇതിന് കുറേ ആരാധന കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ അമറൂ ബിൽ മാറൂഫി നഹൗ അനിൽ മുങ്കരി വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, അതെല്ലാം വഴിപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നിലനിർത്തുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടാണ് കാണുന്നത്. അടുത്തൊരായത്ത് കൂടി നോക്കുക. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ, ഇന്നൽ മുത്തഖീന തീർച്ചയായും മുത്തഖികളാകുന്ന ആളുകൾ. എന്താ മുത്തഖികൾ എന്നാൽ കൈകാര്യകർത്താക്കളാക്കുന്ന ആളുകൾ, മുത്തഖികൾ ദൈവഭക്തരായ ആളുകൾ. ഫീ ജന്നാത്തിൻ അവർ സ്വർഗീയ ആരാമങ്ങളിലാകുന്നു, വഅയൂൻ അരുവികളിലുമാകുന്നു താമസിക്കുക, പരലോകത്തിലെയും. ഇന്നൽ മുത്തഖീന തീർച്ചയായും മുത്തഖികൾ ഫീ ജന്നാത്തിൻ സ്വർഗീയ ആരാമങ്ങളിലാണ്, വഅയൂനിൻ അരുവികളിലുമായിരിക്കും. ആഖിദീന മാ അതാഹും റബ്ബുഹും അവരെ നാഥൻ അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ഏറ്റുവാങ്ങുന്നവരുമായിരിക്കും. ആഖിദീന ഏറ്റുവാങ്ങുന്നവരാണ്. മാ ആതാഹും റബ്ബുഹും അവർ റബ്ബ് അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ഏറ്റുവാങ്ങുന്നതുമായിരിക്കും.
ഇന്നഹും കാനു തീർച്ചയായും അവരാകും ഈ അവരായിരിക്കുന്നു കബിൽ താലിക്ക് അതിൻ്റെ മുമ്പ് മുഹ്സിനീൻ നന്മകൾ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസവും വിഷമവും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ അവർ ജീവിക്കും. ഇന്നഹും കബില താലിക്ക മുഹ്സിനീൻ അവർ അതിൻ്റെ മുമ്പ് മുഹ്സിനീകളായി സൽക്കർമ്മം ചെയ്യുന്നവരായിട്ട് പ്രവർത്തിക്കുകയുമാണ് ചെയ്യുക. കാനു കലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ കാനു അവരായിരുന്നു കലീലം മിനൽ ലൈലി രാത്രികളിൽ ചില സമയങ്ങൾ മാ യഹ്ജഊൻ ഉറക്കമൊഴിച്ച് ജീവിക്കുന്നവരായിരിക്കും. കലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ച് ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെയാണ് അവർ ജീവിതം ഉണ്ടാകുക. ഒബിൽ അസ്ഹാരി അവർ പാതിരാ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ അവസാന നിമിഷം ഒഹും യസ്തഗ്ഫിറൂൻ അവർ അള്ളാഹുവിനോട് പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കും. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അസാധാരണ അന്ത്യാമങ്ങളിൽ ഹും യസ്തഗ്ഫിറൂൻ അവർ മാർഗതടസ്സങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കും. ഒഫി അംവാലിഹിം അവർ സമ്പത്തിൽ അവർക്കുണ്ട് ഹക്കൂൻ അവകാശങ്ങളുണ്ട്. ഇസ്സാരി ചോദിച്ചു വരുന്നവർക്കും വൽ മഹറൂം തടയപ്പെട്ടവർക്കും അവകാശമുണ്ട്. ഇത് സൂറത്തുൽ ദാരിയാത്തിലുള്ളതാണ്. ദാരിയാത്ത് എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ട്, അതിനുള്ളതാണ്. അത് 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണുള്ളത്. ഈ കാര്യത്തിലും ഇവിടെ പഠിപ്പിക്കുന്നത് മുത്തഖീങ്ങളാകുന്ന ആളുകൾ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുക. ദൈവഭക്തരായ ആളുകൾ അവർ സ്വർഗത്തിലും അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലൊക്കെ ആയിരിക്കും. ആഖിദീന ആതാഹും റബ്ബുഹും അവർക്ക് ചെയ്തു കൊടുത്ത അള്ളാഹുത്താല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവർ ആഖിദീന അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. ആതാഹും റബ്ബുഹും അപ്പോൾ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ അതിന് മുമ്പും അവർ അള്ളാഹുവിനെ പറ്റി ഭയപ്പെടുന്നവരും സൂക്ഷിക്കുന്നവരും ഒക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞു വന്നത്. കാനു കലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ അവരായിരിക്കുന്നു രാത്രി കാലങ്ങളിൽ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഉറക്കമില്ലാത്തവരും രാത്രി കിടന്ന് ഉറങ്ങാത്തവരും ഒക്കെ ആയിരിക്കും. കാനു കലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ കാനു അവരായിരിക്കുന്നു കലീലം കുറഞ്ഞ സമയം രാത്രി കാലങ്ങളിൽ മാ യഹ്ജഊൻ അവർ ഉറങ്ങാത്തവരാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ബഹുഭൂരിപക്ഷവും സമയവും ഉറങ്ങാതെ കുറച്ച് സമയം മാത്രം ഉറങ്ങി ബാക്കി സമയങ്ങളെല്ലാം ഉറക്കമൊഴിച്ചു പ്രാർത്ഥനയിലും ഒക്കെയാണ് ചെലവഴിക്കുക. ഒബിൽ അസ്ഹാർ അവസാന നാളുകളിൽ യസ്തഗ്ഫിറൂൻ അവർ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നു. ഒഫി അംവാലിഹിം അവർ സമ്പത്തിൻ്റെ അവർക്കുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ഹക്കുൻ അവകാശമുണ്ട്. ഇസ്സായി ചോദിച്ചു വരുന്ന ആളുകൾക്ക് അവകാശമുണ്ട്. രാജ്യത്തും ലോകത്തുമുള്ള മുഴുവൻ മനുഷ്യർക്കും തങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു മഹറൂം ജീവിതമാർഗം തടയപ്പെട്ട ജീവിക്കാൻ മാർഗമില്ലാത്ത അവർക്കും അള്ളാഹുത്തലയുടെ ജീവിതത്തിൽ അതിനും പണ്ടുണ്ട് അതിന് അവകാശമുണ്ട് എന്നവർ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യും. അങ്ങനെ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാര്യങ്ങളും കൽപ്പനകളൊക്കെ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാൻ അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആയത്തുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമായ ഒന്നാണ് സക്കാത്തിന് വേണ്ടിയുള്ള പ്രോത്സാഹനം. ഇവിടെ ഈ ആയത്തുകളിലൊക്കെ പറയുന്നത് സക്കാത്തിനുള്ള പ്രോത്സാഹനമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സക്കാത്ത് ഉണ്ടാകണമെന്ന് മാത്രമല്ല അതിനെ പ്രശംസിച്ചുകൊണ്ട് ജീവിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന ധാരണയോടുകൂടി ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ജീവിതം നയിക്കാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.